കൂട്ടുകാരെ നമുക്ക് ഇന്നലെ തന്നെ ബാക്കി ചെയ്യാം. ആദ്യത്തെ ചോദ്യം. എ തീഫ് റോബ്ഡ് എ ഷോപ്പ് ആൻഡ് റാൻ ഇൻ എ കാർ അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h അറ്റ് 11 AM. അതായത് ഒരു കള്ളൻ ഒരു കട കൊള്ളയടിച്ചിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുക 11 മണിക്ക്. കള്ളൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട് 60 km/h. ദ പോലീസ് ലൊക്കേറ്റഡ് ദ പൊസിഷൻ ഓഫ് തീഫ് ആൻഡ് റാൻ ആഫ്റ്റർ ഹിം അറ്റ് 11:50 AM ഫ്രം ഷോപ്പ് ഇൻ എ കാർ അറ്റ് 65 km/h. അപ്പോൾ പോലീസ് അവിടെ വന്നു, കള്ളൻ എങ്ങോട്ടാണ് പോയെന്ന് നോക്കിയിട്ട് കള്ളൻ്റെ പുറകെ പോവാണ്. പോലീസ് അവിടെ നിന്ന് ഇറങ്ങിയത് 11:04. പോലീസിൻ്റെ കാറിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട് 65 km/h. നോക്കി, കള്ളൻ അവിടെ നിന്ന് 11 മണിക്ക് ഇറങ്ങി, 11:15 ആയപ്പോഴാണ് പോലീസ് പുള്ളിനെ ചേസ് തുടങ്ങുന്നത്. അപ്പോൾ ഈ 15 മിനിറ്റ് കൊണ്ട് കള്ളൻ ഒരു ദൂരം എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 11:04 11:04 പോലീസ് ഇവിടെ നിന്ന് വണ്ടി എടുക്കുന്നത്. ഇനി നോക്കി, കള്ളൻ്റെ സ്പീഡ് 60ഉം പോലീസിൻ്റെ സ്പീഡ് 65ഉം. പോലീസിൻ്റെ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ഉറപ്പായിട്ടും കുറേ നേരം കഴിഞ്ഞാണെങ്കിലും കള്ളനെ പോലീസ് പിടിക്കും. ഇപ്പോൾ ഇവിടെ വെച്ചാണ് കള്ളനെ പോലീസ് പിടിച്ചതെന്ന് വിചാരിക്കുക. ഇപ്പോൾ സമയം 11:04. നമ്മുടെ കള്ളൻ ഇവിടെയും പോലീസ് ഇവിടെയാണ്. ഇവിടെ വെച്ചാണ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ കള്ളനെ പോലീസ് പിടിക്കുന്നത്. അപ്പോൾ നോക്കി, കള്ളൻ ഇത്രയും ദൂരം വന്ന് ഇവിടെ എത്തിയ സമയം കൊണ്ട് നമ്മുടെ പോലീസ് ഇത്രയും ദൂരം വന്ന് ഇവിടെ എത്തും. ശരിയല്ലേ? അപ്പോൾ കള്ളൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമും പോലീസ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയവും സെയിം ആയിരിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കി, 11 മണിക്ക് 11 AM കള്ളൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 11:04 കള്ളൻ ഇവിടെ എത്തി. കള്ളൻ്റെ സ്പീഡുണ്ട് 60 km/h. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പാടില്ലേ? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് 60 km/h. ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ്. ഈ മിനിറ്റിനെ 60 ആക്കുക. അപ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 15 കിലോമീറ്റർ എന്ന് കിട്ടും. ഇനി ഈ ഡിസ്റ്റൻസ് നമുക്ക് തൽക്കാലം എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ എക്സ് ദൂരം കള്ളൻ പോകുന്ന ടൈമും എക്സ് പ്ലസ് 15 കിലോമീറ്റർ അത്രയും ദൂരം പോലീസ് പോകുന്ന ടൈമും സെയിമാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. രണ്ടുപേരും എടുക്കുന്ന ടൈം സെയിമാണ്. അപ്പോൾ സ്പീഡ് റേഷ്യോ ഈക്വൽ ടു ഡിസ്റ്റൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്തു പോകാം. അല്ലെങ്കിൽ ടൈം ഇക്വേറ്റ് ചെയ്ത് പോകാം. ഇപ്പോൾ പോലീസ് ഇത്രയും ദൂരം പോകാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് 15 + x ആണ്. പോലീസിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 65 km/h. ഈ ടൈമും കള്ളൻ എക്സ് ദൂരം പോകാൻ എടുക്കുന്ന ടൈമും ഈക്വലാണ്. കള്ളൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 60. ഇത് കള്ളൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഇത് കള്ളൻ്റെ സ്പീഡ്. ഇത് പോലീസ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഇത് പോലീസിൻ്റെ സ്പീഡ്. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ മതി. ഈ 65 60 നമുക്കിതിന് 5 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 12ഉം ഇവിടെ 13 വരും. 12 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 12 × 15 + 12 × x കിട്ടും. 13 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 13x കിട്ടും. 12x അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ x = 12 × 15 വരും. 15 × 12 ചെയ്യാനായിട്ട് അത് 15 × 6 ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. 15 6 എത്ര? അത് 30 90. 90ൻ്റെ ഇരട്ടി എടുത്താൽ 180 കിട്ടും എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 180 180 കിലോമീറ്റർ. ഇപ്പോൾ സമയം 11:04. ഇവിടെ തൊട്ട് ഇവിടം വരെ കള്ളൻ പോകാൻ എത്ര സമയം എടുക്കും? കള്ളൻ്റെ സ്പീഡ് 60. ഈ 180നെ 60 വെച്ച് കിട്ടുക. അപ്പോൾ എത്ര കിട്ടും? 3 hours എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ 11:04. ഇത് കഴിഞ്ഞ് 3 മണിക്കൂറും കൂടെ കഴിയുമ്പോൾ കള്ളനെ പോലീസ് പിടിക്കും. 11:04 കൂടെ 3 മണിക്കൂർ കൂട്ടുക. 11:04 കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 12:04. പിന്നെ 1 കൂട്ടിയാൽ 1:04. പിന്നെ 1 കൂട്ടിയാൽ 2:04. 2:04 നമ്മുടെ ആൻസർ. മനസ്സിലായി എങ്ങനെ ഇതാന്ന്? വേണമെങ്കിൽ നമുക്ക് റേഷ്യോ എടുത്തും ചെയ്യാം കേട്ടോ. നോക്കുക, ഇവിടെ രണ്ടുപേരുടെ ടൈം സെയിം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്പീഡ് റേഷ്യോ ഈക്വൽ ടു ഡിസ്റ്റൻസ് റേഷ്യോ എന്ന് എഴുതാം. സ്പീഡിൻ്റെ റേഷ്യോ എടുക്കുക. മേളിൽ പോലീസിൻ്റെ സ്പീഡും താഴെ കള്ളൻ്റെ സ്പീഡും എഴുതുക. പോലീസിൻ്റെ സ്പീഡ് 65, കള്ളൻ്റെ സ്പീഡ് 60. പോലീസ് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് x + 15, കള്ളൻ ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് x. ഇത് ഇക്വേറ്റ് ചെയ്താൽ നമുക്കത് ഇതുപോലെ തന്നെ കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റാം സ്റ്റാർട്ട്സ് ഹിസ് ജേർണി ഫ്രം സിറ്റി A ടു സിറ്റി B വിത്ത് ദ സ്പീഡ് ഓഫ് 90 km/h. അതായത് രാം എന്ന് പറയുന്ന ഒരാൾ സിറ്റി എ നിന്ന് സിറ്റി ബി വരെ പോയി. പുള്ളി എടുത്ത സ്പീഡ് എന്ന് പറയുന്നത് 90 km/h. ആൻഡ് ഫ്രം സിറ്റി ബി ടു സി വിത്ത് ദ സ്പീഡ് ഓഫ് 60 km/h. സി ഈസ് ആഫ്റ്റർ ബി. ഓക്കെ, അതിനുശേഷം പുള്ളി ബിയിൽ നിന്ന് സി വരെ പോയി. പുള്ളിയുടെ സ്പീഡ് എന്ന് പറയുന്നത് 60 km/h ആയിരുന്നു. ഇഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ടു സി ഈസ് 300 km. എ തൊട്ട് സി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 300 km ആണ് എ സി. ആൻഡ് ആവറേജ് സ്പീഡ് ഓഫ് ഹോൾ ജേർണി ഈസ് 75 km/h. എ തൊട്ട് സി വരെ പോയ ആ ടോട്ടൽ ജേർണിയുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 75 km/h. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സിറ്റി എ ടു ബി. എ ടു ബി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക.
ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇവിടെ കിടക്കുന്ന ഈ 90 km/h ഈ 60 km/h ആവറേജ് സ്പീഡ് തന്നെയാണ്. അതായത് എ തൊട്ട് ബി വരെ പോകാനെടുത്ത ആവറേജ് സ്പീഡ് 90 km/h, ബി തൊട്ട് സി വരെ പോകാനെടുത്ത ആവറേജ് സ്പീഡ് 60 km/h. ഈ 75 എന്ന് പറയുന്നത് എ തൊട്ട് സി വരെ പോകാനെടുത്ത ആ ടോട്ടൽ ജേർണിയുടെ ആവറേജ് സ്പീഡാണ്. ഇനി ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, 90, 60 അതിനിടയ്ക്കാണ് ഈ 75 കിടക്കുന്നത്. 75ൻ്റെ കൂടെ 15 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 90 കിട്ടും. ഈ 60ൻ്റെ കൂടെ 15 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 75 കിട്ടും. അപ്പോൾ 90ൻ്റെയും 60ൻ്റെയും കറക്റ്റ് നടുക്ക ഈ 75 കിടക്കുന്നത്. മനസ്സിലായോ? 90ഉം 60ഉം കൂടെ കൂട്ടിയിട്ട് ബൈ 2 അടിച്ചാൽ നമുക്ക് ഈ 75 കിട്ടും. 90, 60 കൂട്ടിക്കഴിഞ്ഞാൽ 150. 150ൻ്റെ പകുതി എടുത്ത് നമുക്ക് 75 കിട്ടത്തില്ലേ? അപ്പോൾ രണ്ട് ഇൻഡിവിജ്വൽ ജേർണിയുടെ ആവറേജ് സ്പീഡിൻ്റെ കൃത്യം നടുക്ക് ടോട്ടൽ ജേർണിയുടെ ആവറേജ് സ്പീഡ് വന്നു കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? ആദ്യത്തെ ഡിസ്റ്റൻസ് ട്രാവൽ എടുത്ത ടൈമും രണ്ടാമത്തെ ഡിസ്റ്റൻസ് ട്രാവൽ എടുത്ത ടൈമും സെയിം ആണെന്നാണ്. ഇത് നമ്മൾ ആവറേജ് സ്പീഡ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരിക, നല്ലതായിരിക്കും. ലിങ്ക് ഞാൻ മേളിലും താഴെ കൊടുത്തേക്കാം. ഇനി നോക്കി, നമുക്ക് എ ടു സി ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 300 km. നോക്കി, എ തൊട്ട് ബി വരെ 90 km സ്പീഡിൽ ടി ടൈം പോയി, ബി തൊട്ട് സി വരെ 60 km/h ടി ടൈം പോയി. ഇത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഈ 300 കിട്ടണ്ടേ? അപ്പോൾ നോക്കി, 90 km/h ഇത് സ്പീഡ്, ഇത് ടൈം. അപ്പോൾ നമുക്ക് എ ടു ബി ഡിസ്റ്റൻസ് കിട്ടും. ഇനി 60 km സ്പീഡ്, ഇത് സ്പീഡ് ഇൻറ്റു ടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബി ടു സി ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എ ടു സി ഡിസ്റ്റൻസ് കിട്ടണ്ടേ? അതായത് 300. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 90ഉം 60ഉം കൂട്ടിക്കഴിഞ്ഞാൽ 150. 150 ടി ഈക്വൽ ടു 300. അപ്പോൾ ടി ഈക്വൽ എത്രയാണെന്ന് കിട്ടി? 2 hour എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ടി എന്ന് പറയുന്നത് 2 hour. അപ്പോൾ എ ടു ബി ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പാടില്ലേ? 2 hour 90 km സ്പീഡിൽ പോയി. അപ്പോൾ 90 × 2 ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും എ ടു ബി ഡിസ്റ്റൻസ്. അതല്ല നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 180 നമ്മുടെ ആൻസർ. ഇപ്പോൾ ബി ടു സി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യുക? ടി 2 hour നമുക്കറിയാം. ഈ 2 × ഈ 60 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 120 കിട്ടും. മനസ്സിലായി എങ്ങനെ ചെയ്തതെന്ന്? അടുത്ത യുദ്ധത്തിലേക്ക് പോകാം. സ്പീഡ് ഓഫ് എ ബസ് ഇസ് 45 km/h. ഒരു ബസ്സിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 45 km/h. ഇറ്റ് സ്റ്റോപ്പ്ഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് പെർ അവർ. അതായത് ഈ ബസ് ഓരോ അവറിലും കുറച്ച് മിനിറ്റ് വെച്ച് വണ്ടി നിർത്തി കിട്ടും. ദ ന്യൂ ആവറേജ് സ്പീഡ് ഓഫ് ദ ബസ് ഇസ് 30 km/h. പുതിയ ആവറേജ് സ്പീഡ് 30 km/h. ഫൈൻഡ് ദ ഹാൾട്ട് ടൈം. അതായത് എത്ര മിനിറ്റ് വെച്ച് നമ്മൾ ഓരോ മണിക്കൂറിൽ നിർത്തിയിട്ടേ എന്നുള്ള ആ ടൈം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള. നോക്കി, ഈ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. അതായത് നമ്മൾ ട്രാവൽ ചെയ്ത ആ ഡിസ്റ്റൻസിനെ ട്രാവൽ ചെയ്യാനെടുത്ത ആ ടോട്ടൽ ഡിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. ഇവിടെ പറഞ്ഞേക്കുന്ന ഈ 45 km/h ഇതും ആവറേജ് സ്പീഡ് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ വണ്ടി നിർത്തിയിട്ടൊന്നുമില്ല, വണ്ടി മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ആവറേജ് സ്പീഡ് 45 km/h ആയിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഓരോ മണിക്കൂറിലും കുറച്ച് മിനിറ്റ് വെച്ച് വണ്ടി നിർത്തിയിട്ടു. അപ്പോൾ ആവറേജ് സ്പീഡ് കുറഞ്ഞ് 30 km/h ആയി. ഈ 45 km/h എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ബസ് ഒരു മണിക്കൂറിൽ 45 കിലോമീറ്റർ കവർ ചെയ്യുന്ന. നമ്മൾ കുറച്ച് നേരം വെച്ച് വണ്ടി നിർത്തിയിട്ടപ്പോൾ ആവറേജ് സ്പീഡ് കുറഞ്ഞ് 30 km/h ആയി. ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു മണിക്കൂറിൽ നമ്മുടെ ബസ് 30 കിലോമീറ്ററേ ട്രാവൽ ചെയ്തുള്ളൂ. നോക്കി, നമ്മളിവിടെ സ്പീഡിലോ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിലോ ഒന്നും വ്യത്യാസം വരുത്തിയില്ല. അപ്പോൾ എന്താ ചെയ്തോളൂ? നമ്മൾ ഒരു മണിക്കൂറിൽ കുറച്ച് നേരം വെച്ച് വണ്ടി നിർത്തിയിട്ടു. അങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ ആവറേജ് സ്പീഡ് കുറഞ്ഞു. ആവറേജ് സ്പീഡ് കുറഞ്ഞപ്പോൾ നോക്കി, ആദ്യം ഒരു മണിക്കൂറിൽ നമുക്ക് 45 കിലോമീറ്റർ പോകുമായിരുന്നു. ഇപ്പോൾ ഒരു മണിക്കൂറിൽ 30 കിലോമീറ്ററേ പോകാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ? നമ്മൾ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ടു. അപ്പം നിർത്തിയിട്ടോണ്ട് എത്ര കിലോമീറ്ററിൻ്റെ വ്യത്യാസം വന്നു? ആദ്യം 45 പോയായിരുന്നു, ഇപ്പം 30 പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്ര കിലോമീറ്ററിൻ്റെ കുറവ് വന്നു? 15 കിലോമീറ്റർ കുറവ് വന്നു. കുറവ് വന്നതിൻ്റെ കാരണം എന്താ? വണ്ടി നമ്മൾ കുറച്ച് നേരം നിർത്തിയിട്ടു. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ വണ്ടി നിർത്തിയിട്ട ആ ടൈമല്ലേ, ആ ടൈം നമ്മൾ വണ്ടി ഓടിച്ചായിരുന്നെങ്കിൽ നമുക്ക് 15 കിലോമീറ്റർ ട്രാവൽ ചെയ്യായിരുന്നു. ശരിയല്ലേ? അപ്പോൾ നമ്മൾ നിർത്തിയിട്ട ആ ടൈം എന്ന് പറയുന്നത് 15 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമായിരുന്നു. ശരിയല്ലേ? അതായത് ഒരു മണിക്കൂറിൽ നമുക്ക് 45 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ 15 കിലോമീറ്റർ കവർ ചെയ്യാൻ എത്ര സമയം വേണം? 45/3 ചെയ്താൽ നമുക്ക് 15 കിട്ടും. അപ്പോൾ 1 അവറിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 60/3 ചെയ്ത് കഴിഞ്ഞാൽ 20 മിനിറ്റ് എന്ന് കിട്ടും. 20 മിനിറ്റ് വെച്ചാണ് നമ്മൾ ഓരോ മണിക്കൂറിൽ വണ്ടി നിർത്തിയിട്ടുകൊണ്ടിരുന്നത്. മനസ്സിലായി എങ്ങനെ ചെയ്തെന്ന്? അടുത്തിലേക്ക് പോകും. 2 bullets are fired at an interval of 11 minutes. അതായത് 11 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ 2 ബുള്ളറ്റ് ഫയർ ചെയ്യുകയാണ്. എ മാൻ ആഫ്റ്റർ ഹിയറിംഗ് ദ ഫസ്റ്റ് ബുള്ളറ്റ് സൗണ്ട് റാൻ ടുവാർഡ് സൗണ്ട് ആൻഡ് ഹേർഡ് ദ സെക്കൻഡ് ഫയറിംഗ് സൗണ്ട് ഇൻ 10 minutes. അതായത് ഒരാൾ കുറച്ച് മാറി നിൽക്കുമായിരുന്നേ. അയാൾ ആദ്യത്തെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടു.
ആദ്യത്തെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ പുള്ളി എന്ത് ചെയ്തു, സൗണ്ട് വന്ന ഡയറക്ഷനിൽ ഓടിയപ്പോൾ 10ാമത്തെ മിനിറ്റിൽ പുള്ളി 2ാമത്തെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടു. ഈ സ്പീഡ് ഓഫ് സൗണ്ട് ഇസ് 330 km/h. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ മാൻ. അതായത് സൗണ്ടിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട്, അയാളുടെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇത് ഗ്രൗണ്ടാണെന്ന് വിചാരിക്കാം. ഇവിടെ വെച്ച് നമ്മൾ ബുള്ളറ്റ് ഫയർ ചെയ്തു. നമ്മൾ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത് 11 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ്. ഒരാൾ ഇവിടെ നിൽക്കുമായിരുന്നു വിചാരിക്കാം. ഇയാൾ ആദ്യത്തെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടപ്പോൾ പുള്ളി എന്ത് ചെയ്തു, സൗണ്ട് വന്ന ഡയറക്ഷനിലേക്ക് പുള്ളി ഓടി. അങ്ങനെ ഓടി 10ാമത്തെ മിനിറ്റ് ആയപ്പോൾ ഇയാൾ 2ാമത്തെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടു. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത് 11 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ്. ഇപ്പോൾ ഇയാൾ ആദ്യത്തെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ട് ഇയാൾ അനങ്ങാതെ അവിടെ തന്നെ നിന്നായിരുന്നെങ്കിൽ എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബുള്ളറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നത്? 11 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് ഇവിടെ നിന്ന് സൗണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പുള്ളി 11 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ പുള്ളി കേൾക്കത്തുള്ളൂ. ശരിയല്ലേ? ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 ബസ് എടുക്കുക. ഒരു ബസ് 9 മണിക്കും മറ്റേ ബസ് 9:30 എടുത്തു എന്ന് വിചാരിക്കാം. സെയിം ബസ്, സെയിം സ്പീഡ്, പോകുന്ന വഴിയും സെയിം. ആദ്യത്തെ ബസ് ഈ എത്തേണ്ടടുത്ത് ഒരു 10 മണിയായപ്പോൾ എത്തിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ ബസ് എപ്പോഴായിരിക്കും എത്തുന്നത്? ഇത് 1 മണിക്കൂർ എടുത്തു. അപ്പോൾ ഈ ബസ്സും 1 മണിക്കൂർ എടുക്കും. അപ്പോൾ 10:30 എത്തും. നോക്കി, ഇവരുടെ ടൈം ഗ്യാപ്പ് 30 മിനിറ്റ് ആയിരുന്നു. എത്തുമ്പോഴും ടൈം ഗ്യാപ്പ് 30 മിനിറ്റിനായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് 11 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ വരുന്ന ബുള്ളറ്റിൻ്റെ സൗണ്ട് ഡെസ്റ്റിനേഷനിൽ എത്തുന്നതും 11 മിനിറ്റിൻ്റെ ഗ്യാപ്പിലായിരിക്കും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ബുള്ളറ്റിൻ്റെ സൗണ്ട് ഈ പോയിന്റിൽ നിന്ന് ഇയാൾ നിൽക്കുന്ന ഈ പോയിന്റ് വരെ എത്താൻ എത്ര മിനിറ്റ് എടുക്കും? 11 മിനിറ്റ് എടുക്കും. പക്ഷേ ഇയാൾ ഓടി ഇവിടെ വന്നതുകൊണ്ട് ഇയാൾ 10ാമത്തെ മിനിറ്റിൽ സൗണ്ട് കേട്ടു. അതായത് ഇയാൾ ഓടി ഇവിടം വരെ എത്താൻ 10 മിനിറ്റ് എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ബുള്ളറ്റിൻ്റെ സൗണ്ട് ഇവിടെ എത്താനും 10 മിനിറ്റ് എടുത്തു. ഇനി നോക്കുക, നമ്മുടെ ബുള്ളറ്റിൻ്റെ സൗണ്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെ എത്താൻ 11 മിനിറ്റ് എടുക്കും. അതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെ എത്താൻ 10 മിനിറ്റ് എടുക്കും. ഇത്രയും പോകാൻ 11 മിനിറ്റ്, ഇത്രയും പോകാൻ 10 മിനിറ്റ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് പോകാനായിട്ട് എത്ര മിനിറ്റ് മതി? 1 മിനിറ്റ് പോരെ? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സൗണ്ടിന് ഇവിടം തൊട്ട് ഇവിടം വരെ എത്താൻ, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ട്രാവൽ ചെയ്യാൻ 1 മിനിറ്റ് മതി. പക്ഷേ ഈ ആൾക്ക് ഈ ഗ്യാപ്പ് ട്രാവൽ ചെയ്യാൻ എത്ര നേരം വേണം? 10 മിനിറ്റ് വേണം. ശരിയല്ലേ? ആൾ 10 മിനിറ്റും കൊണ്ടല്ലേ ഇവിടം വരെ ഓടിയെത്തിയത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ള നമ്മുടെ സൗണ്ടിൻ്റെ ടൈമും നമ്മുടെ ആളുടെ ടൈമും നമുക്ക് കിട്ടി. സൗണ്ടിന് 1 മിനിറ്റ് മതി, ആൾക്ക് 10 മിനിറ്റ് വേണം. അപ്പോൾ നമ്മുടെ സൗണ്ടിൻ്റെയും ആളുടെയും ടൈം റേഷ്യോ നമുക്ക് കിട്ടി 1/10. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ടൈം റേഷ്യോ തിരിച്ചിട്ടാൽ നമുക്ക് സ്പീഡിൻ്റെ റേഷ്യോ കിട്ടും. അപ്പോൾ ടൈം റേഷ്യോ 1/10 ആണെങ്കിൽ സ്പീഡ് റേഷ്യോ 10/1 ആയിരിക്കും. അതായത് സൗണ്ടിൻ്റെ സ്പീഡ് 10 ആണെങ്കിൽ ആളുടെ സ്പീഡ് 1. സൗണ്ടിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട് 330. അപ്പോൾ 10 എന്ന് പറയുന്നത് 330. അപ്പോൾ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 33 ആയിരിക്കും. അപ്പോൾ 33 ആളുടെ സ്പീഡ്. മനസ്സിലായി എങ്ങനെ ചെയ്തതെന്ന്? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എ മാൻ ക്യാൻ റോ ദ ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം ഫ്രം പോയിന്റ് എ ടു സി ഇൻ 16 hours. അതായത് എ തൊട്ട് സി വരെ ഡൗൺ സ്ട്രീം പോകാനായിട്ട് ഒരാൾക്ക് 16 hours വേണം. ബട്ട് ഹി റിട്ടേൺ ഫ്രം പോയിന്റ് ബി വിച്ച് ഇസ് എക്സാക്ട്ലി മിഡ് പോയിന്റ് ഓഫ് എ ആൻഡ് സി. ഓക്കെ, എക്കും സിക്കും, അതായത് എയുടെ സിയുടെ കറക്റ്റ് മിഡ് പോയിന്റിൽ ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഹി റിട്ടേൺ ഫ്രം പോയിന്റ് ബി ഇസ് എക്സാക്ട്ലി മിഡ് പോയിന്റ് ഓഫ് എ ആൻഡ് സി ടു അപ്സ്ട്രീം ഇൻ 12 hours. ഈ ബിന്ന് അപ്സ്ട്രീം റിട്ടേൺ പോരാനായിട്ട് പുള്ളിക്ക് 12 hours വേണം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് സ്ട്രീം ടു ദ സ്പീഡ് ഓഫ് മാൻ ഇൻ സ്റ്റിൽ വാട്ടർ. അതായത് ആ സ്ട്രീമിൻ്റെയും പിന്നെ ആളുടെയും സ്പീഡ്, അതിനകത്ത് തൽക്കാലം നമുക്ക് ബോട്ട് എന്ന് വിളിക്കാം. ഈ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. നോക്കി, എ തൊട്ട് സി വരെ ഡൗൺ സ്ട്രീം പോകാൻ 16 hours. ഈ ഡയറക്ഷൻ ഡൗൺ സ്ട്രീം ആണെങ്കിൽ ഈ ഡയറക്ഷൻ അപ്സ്ട്രീം ആയിരിക്കും. ബി എന്ന് പറയുന്നത് എയുടെയും സിയുടെയും കറക്റ്റ് നടുക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് അപ്സ്ട്രീം പോരാൻ പുള്ളിക്ക് 12 hours വേണം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് അപ്സ്ട്രീം പോരാനും പുള്ളിക്ക് 12 hours തന്നെ വേണം. ശരിയല്ലേ? കാരണം ഈ ഗ്യാപ്പും സെയിം ഡിസ്റ്റൻസാണ്. അപ്പോൾ നോക്കി, എ തൊട്ട് സി വരെ ഡൗൺ സ്ട്രീം പോകാൻ 16 hours. എ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ് അപ്സ്ട്രീം പോരാൻ എത്ര മണിക്കൂറാണ്? 12 24. അപ്പോൾ ഡൗൺ സ്ട്രീം പോകാനുള്ള ടൈം ഡിവൈഡഡ് ബൈ അപ്സ്ട്രീം പോകാനുള്ള ടൈം എന്ന് പറയുന്നത് 16/24. ഇത് ടൈം റേഷ്യോ ആണോ? 8 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 2ഉം 3ഉം. അപ്പോൾ ഡൗൺ സ്ട്രീമിൻ്റെ അപ്സ്ട്രീമിൻ്റെയും ടൈം റേഷ്യോ ഉണ്ട്. ഡിസ്റ്റൻസ് സെയിം അല്ലേ?
അപ്പോൾ സ്പീഡ് റേഷ്യോ കിട്ടാനായിട്ട് ഇത് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ സ്പീഡ് റേഷ്യോ എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം ബൈ അപ്പ് സ്ട്രീം 3/2 ആയിരിക്കും. ചോദിച്ചിരിക്കുന്നത് സ്ട്രീമിൻ്റെ സ്പീഡും ബോട്ടിൻ്റെ സ്പീഡും തമ്മിലുള്ള റേഷ്യോയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡൗൺ സ്ട്രീം ഉണ്ട്, അപ്പ് സ്ട്രീം ഉണ്ട്. ഡൗൺ സ്ട്രീം 3 റേഷ്യോയും അപ്പ് സ്ട്രീം 2 റേഷ്യോയും. അപ്പോൾ ഡൗൺ സ്ട്രീം പ്ലസ് അപ്പ് സ്ട്രീം ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൻ്റെ സ്പീഡ് കിട്ടും. ഡൗൺ സ്ട്രീമിൽ നിന്ന് അപ്പ് സ്ട്രീം കുറച്ചിട്ട് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടും. അപ്പോൾ നോക്കി ഇത് രണ്ടും കൂട്ടുക, അപ്പോൾ 5 റേഷ്യോ കിട്ടും. ബൈ 2 ചെയ്താൽ ബോട്ടിൻ്റെ സ്പീഡ്. അപ്പോൾ ഇത് 5 റേഷ്യോ ബൈ 2. സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിൻ്റെ വ്യത്യാസം ബൈ 2. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1 റേഷ്യോ ബൈ 2. ഇത് ബോട്ടിൻ്റെ സ്പീഡ്, സ്ട്രീമിൻ്റെ സ്പീഡ്. സ്ട്രീമിൻ്റെ സ്പീഡ് ഇസ്റ്റു ബോട്ടിൻ്റെ സ്പീഡല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1 റേഷ്യോ ബൈ 2 ഇസ്റ്റു 5 റേഷ്യോ ബൈ 2. ഇതൊന്നും പോയി 1:5 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, കൂട്ടുകാർ ഇന്നത്തേക്ക് ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇന്ന് ചെയ്ത കണക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിലുണ്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.